അധ്യാപക നിയമനത്തിൽ KTET നിർബന്ധമാക്കിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിൽ PSC ഉദ്യോഗാർത്ഥികൾ പ്രതിസന്ധിയിൽ. സുപ്രീംകോടതി വിധിക്ക് ശേഷമുള്ള PSC നോട്ടിഫിക്കേഷനിലും KTET ഇളവ് നിലനിർത്തി. 74 അധ്യാപിക നോട്ടിഫിക്കേഷനുകളാണ് സുപ്രീംകോടതി വിധിക്ക് ശേഷം PSC ഇറക്കിയത്. ഉമേഷ് ബാലകൃഷ്ണൻ ഒരുങ്ങുമ്പോൾ ചേർന്നു. ഉമേഷ് 2 വർഷം സുപ്രീംകോടതി ഇളവുള്ളതാണ്. മാത്രമല്ല ഈ അധ്യാപകർക്ക് പഠിക്കാനും ജോലി ചെയ്യുന്നവരാണ്. അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നത് ന്യായമുണ്ട്. ഉമേഷ്, ഹഷ്മി, അത് സർവീസിലുള്ള അധ്യാപകരുടെ കാര്യമാണ്. പക്ഷേ പുതുതായി അധ്യാപകരെ പോസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായി സുപ്രീംകോടതി വിധിയിൽ പറയുന്നുണ്ട് KTET വിവിധ സ്ട്രീമിലുള്ള KTETകൾ പൂർത്തിയാക്കാതെ പാസ്സാകാത്തവരെ ഒരു ഇളവും നൽകാൻ പാടില്ല. കൃത്യമായി അത് പാസ്സാക്കുക എന്നുള്ളത് പ്രൈമറിയായ പ്രാഥമികമായ യോഗ്യതയാണെന്ന്. പക്ഷേ സർക്കാർ സുപ്രീംകോടതി വിധിക്ക് ശേഷവും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തി ഉത്തരവിറക്കാത്തതിനെ തുടർന്ന്, യോഗ്യത നിശ്ചയിച്ച് PSCക്ക് നൽകാത്തതിനെ തുടർന്ന് PSC കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, അതായത് ഈ സുപ്രീംകോടതി ഉത്തരവ് വന്ന് കഴിഞ്ഞ 3 മാസമായി ഇറക്കിയത് 74 അധ്യാപക നോട്ടിഫിക്കേഷനാണ്. ഈ 74 അധ്യാപക നോട്ടിഫിക്കേഷനിലും ഈ ഇളവ് അതുപോലെ നിലനിർത്തി. അതായത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള MPhil, PhD, MEd, ഒപ്പം ഏതെങ്കിലും വിഷയത്തിൽ MEd, ഈ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് സെറ്റ്, നെറ്റ് എന്നിവയുള്ളവർക്ക് KTETൽ ഇളവുണ്ട് എന്നുള്ള ഈ ഇളവ് PSC നോട്ടിഫിക്കേഷനിൽ അതുപോലെ നിലനിർത്തി. ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ, അതായത് KTET ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളും ഇതിൽ MPhil യോഗ്യതയോ MEd യോഗ്യതയോ എല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇവർ അപ്ലൈ ചെയ്തു. ഈ അപ്ലൈ ചെയ്തവർക്ക് നിലവിലെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം, പുതിയ ഉത്തരവ് പ്രകാരം അവർ അയോഗ്യരല്ലാതായി മാറും. സ്വാഭാവികമായി ഈ 74 PSC നോട്ടിഫിക്കേഷനുകൾ അത് അസാധുവാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം അതിന് മുന്നോടിയായി തന്നെ സുപ്രീംകോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ഒന്നുകിൽ ഇതിൽ വ്യക്തത വരുത്തി PSC പുനർ നോട്ടിഫിക്കേഷൻ ചെയ്യണം. പുനർ നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് പഴയ ഡേറ്റിലല്ല, പുതിയ ഡേറ്റിലായിരിക്കും പുനർ നോട്ടിഫിക്കേഷൻ ചെയ്യേണ്ടി വരിക. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും അവരുടെ പ്രായപരിധി കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം ഈ പരീക്ഷ നടത്തിപ്പ്, അപ്പോയിൻമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വൈകാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ 74 PSC നോട്ടിഫിക്കേഷനുകൾ അത് പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഉദ്യോഗാർത്ഥികൾ, കാലങ്ങളായി സർക്കാർ സർവീസിൽ കയറാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവർ പ്രതിസന്ധിയിലായി. ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടം എന്നുകൂടി കണക്കിലെടുത്താണ് ഈ 74 നോട്ടിഫിക്കേഷനുകൾ 3 മാസത്തിനിടെ ഇറക്കിയത്. അതിൽ തന്നെ 22 നോട്ടിഫിക്കേഷനുകൾ ഇപ്പോഴും സജീവമാണ്. അതായത് ഇനിയും അവസാന ഡേറ്റ് കഴിഞ്ഞിട്ടില്ലാത്ത നോട്ടിഫിക്കേഷനുകളാണ്. എന്തായാലും ഇതിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം നിർണായകമാകും. ഹഷ്മി, ക്രിസ്റ്റീന. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.